ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡ്രസ്സിലൊക്കെ എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് സിപ്പ് അറ്റാച്ച് ചെയ്യാവുന്ന വീഡിയോ ആണേ. അപ്പോൾ സിപ്പ് എങ്ങനെ ഈസി ആയിട്ട് പല രീതിയിൽ സിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള സിബ് വെക്കാനുള്ള ഫാബ്രിക് എടുക്കുക. ഇതിപ്പം ഞാൻ ഒരു ഫാബ്രിക്കിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഡ്രസ്സ് എടുക്കുക. ഇതിപ്പോൾ രണ്ട് ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തേക്കുക. ഇതിപ്പോൾ ഇതിന് നല്ല വശമുണ്ട്, ചീത്തവശമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. പുറമേ കാണുന്ന വശമുണ്ടല്ലോ, നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം താഴോട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഏറ്റവും വലിയ കാണിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, കാരണം നമുക്കത് ലാസ്റ്റിൽ അഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിൽ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കാണിക്കാവേ. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിൽ കണ്ടോ, 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരേ അളവിൽ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫാബ്രിക്ക് നേരെ ഇട്ടിട്ട് എന്നിട്ടത് ഒന്ന് ഇട്ടിട്ട് ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്തതിൻ്റെ 2 സൈഡിലോട്ട് മലർത്തി 2 സൈഡിലോട്ട് വെച്ചിട്ട് അതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇത് 2 സൈഡിലോട്ട് ഈസി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമാവും. അങ്ങനെ അതൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുക്കാതെയും ചെയ്യാം, പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അതുപോലെ തന്നെ ഇരുന്നോളും. അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് എല്ലാ ഡ്രസ്സിലും ഈ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. യോക്കും സ്കേർട്ട് പോർഷനും സെപ്പറേറ്റ് വരുന്ന, അപ്പോൾ നമുക്ക് താഴെ വരെ കട്ട് ചെയ്യണ്ടേ. അപ്പോൾ യോക്കും സ്കേർട്ട് പോർഷനും സെപ്പറേറ്റ് വരുന്ന ഡ്രസ്സുകളിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കുട്ടികളുടെ ഫ്രോക്കിലാണെങ്കിലും നമ്മുടെ അംബ്രല്ല കട്ട് ടോപ്പ് അല്ലാതെ വരുന്ന ചുരിദാറുകൾ യോക്കും ടോപ്പും യോക്കും സ്കേർട്ടും സെപ്പറേറ്റായിട്ട് വരുന്ന രീതിയിലുള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ളതിലെല്ലാം നമുക്ക് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് സിബ്. നമ്മളിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് പതിഞ്ഞിരിപ്പുണ്ട് ഇപ്പം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിബ് വെച്ച് അടിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സിബ് വെച്ച് അടിക്കണം. അതിനായിട്ട് ഞാൻ ഒരു സിബ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പഴയ ഡ്രസ്സിൽ നിന്ന് എടുത്ത സിബാണ്, അതാ ചെറുതായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു സിബ് എടുത്തിട്ടുണ്ട്. ആ സിബിൻ്റെ നല്ല വശമുണ്ടല്ലോ, അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വശം പുറത്തോട്ട് വരുന്ന രീതിയിൽ മലർത്തി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടേ? 2 സൈഡിൽ കൂടെ. അതായത് ഓപ്പൺ ചെയ്യുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ചിൻ്റെ നടുക്ക് വരണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ കൂടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ താഴോട്ട് വന്ന് താഴോട്ട് പോയി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാവേ. അപ്പം നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ സിബിൻ്റെ മണ്ടവശം താഴെ വരുന്ന രീതിയിൽ മലർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവേ. സൈഡിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇൻവിസിബിൾ സിബൊന്നുമല്ല, നോർമൽ സിബാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മെഷീൻ്റെ ഫൂട്ടും നോർമൽ ഫൂട്ട് തന്നെ ഇട്ടേക്കുന്നു. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാറ്റേണ്ട കാര്യമില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. താഴെ കൊണ്ടുവന്ന് ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് തിരിക്കാൻ. അപ്പം കറക്റ്റ് ആ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കത് കിട്ടും.
പിന്നെ അവിടെയും കൊണ്ടുവന്ന് ഒന്ന് കുത്തി നിർത്തുക, എന്നിട്ട് തിരിക്കുക, എന്നിട്ട് നേരെ ഇങ്ങ് സ്റ്റിച്ച് ചെയ്തോളുക. നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ അത് അഴിച്ചു വിടുക. അപ്പം കണ്ടോ, കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ നടുക്കൂടുള്ള ആ വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് നമുക്ക് അഴിച്ചു വിടാം. അഴിച്ചു വിടാൻ ഈസിയാണ്, നമ്മൾ വലിയ സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് തന്നെ അഴിച്ചു വിടാൻ പാടൊന്നുമില്ല, ഈസിയാണ്. അപ്പോൾ അഴിച്ചു വിടുമ്പോൾ ശ്രദ്ധിച്ച് അഴിച്ചു വിടുക, വൃത്തിയായിട്ട് അഴിച്ചു വിടണം. അതുപോലെ തന്നെ ലാസ്റ്റിൽ നൂലൊക്കെ ഉള്ളത് എടുത്ത് കളഞ്ഞ് നല്ല രീതിയിൽ സൂക്ഷിച്ച് വേണം അഴിച്ചു വിടാൻ. അതേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. കണ്ടോ, ഞാനിപ്പോൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ അഴിച്ചു വിട്ടതിൻ്റെ നൂലൊക്കെ ഇരിപ്പുണ്ടാവും, അതൊക്കെ ഒന്ന് നല്ലതായിട്ട് എടുത്ത് മാറ്റിയിട്ട് നോക്കിയേ. ഇപ്പം ഇത് നമ്മൾ ഇൻവിസിബിൾ സിബൊന്നുമല്ല, നോർമൽ സിബ് തന്നെ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. വളഞ്ഞൊന്നും പോവാതെ ഈ രീതിയിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് വളഞ്ഞൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.